ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് ഫോണുകളാണ്. രണ്ട് ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്ന് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത പോക്കോ X3യും അതേപോലെ തന്നെ കുറച്ച് മുന്നേ ലോഞ്ച് ചെയ്ത റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായ റിയൽമി 7 പ്രോയും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും 1 by 1 ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പറയും. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരുപാട് നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് രണ്ട് ഫോണുകളും എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരേ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയാണ് ഈ രണ്ട് ഫോണുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും. അപ്പം എന്തായാലും ഇവിടെ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫോണിൽ ചില ഫീച്ചേഴ്സ് റിയൽമിയിലുള്ള ചില ഫീച്ചേഴ്സ് പോക്കോയിലില്ല, പോക്കോയിലുള്ള ചില ഫീച്ചേഴ്സ് റിയൽമിയിലില്ല. അതെന്താണെന്നും അതേപോലെ തന്നെ ഈ ഫോണിനെ കുറിച്ചുള്ള ഈ ഒരു രണ്ട് ഫോണുകളിലുള്ള ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫോണാണ് ഏതാണെന്നും ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പറയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേ പരിശോധിച്ച് കഴിഞ്ഞാൽ പോക്കോ X3യുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.67 ഇഞ്ചിൻ്റെ ഒരു സെൻട്രൽ അലൈൻഡ് പഞ്ച് ഹോളോട് കൂടിയ ഒരു ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും അതേപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഫോൺ നൽകിയിട്ടുണ്ട്. അതേസമയം റിയൽമി 7 പ്രോയുടെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 6.4 ഇഞ്ച് വലിപ്പമുള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇവർ ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും അതേപോലെ തന്നെ ഒരു പഞ്ച് ഹോളോട് കൂടിയ ഡിസ്പ്ലേയുമാണിത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ 60 Hz ആണ് റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുള്ളത്. അതായത് ഒരു നോർമൽ ഫോണിൽ നമ്മൾ കണ്ടുവരുന്ന റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോൺ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ രണ്ടും മികച്ച ഡിസ്പ്ലേകൾ തന്നെയാണ്. പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് കൂടുതൽ റെഫർ ചെയ്യുക റിയൽമി 7 പ്രോയുടെ ഡിസ്പ്ലേ ആണ്. കാരണം അതിൽ AMOLED ഡിസ്പ്ലേ നൽകിയിട്ടുള്ളത് അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള നല്ല പെർഫോമൻസ് തരുന്ന ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ അവിടെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റോ അതേപോലെ തന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റോ ഒന്നും കിട്ടുന്നില്ല. എങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക AMOLED ഡിസ്പ്ലേ ആണ്. കാരണം അതിൻ്റെ പെർഫോമൻസ് ആ ഒരു ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഒരിക്കലും ഒരു LCD ഡിസ്പ്ലേക്ക് തരാൻ കഴിയില്ല എന്നതാണ്. പക്ഷേ ഗെയിമിംഗ് പെർഫോമൻസിൻ്റെയൊക്കെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സ്മൂത്തായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ പോക്കോ X3യുടെ ഡിസ്പ്ലേ ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ റിയൽമി 7 പ്രോയിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ലഭിക്കുന്നത്. അതേസമയം പോക്കോ X3യിൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ലഭിക്കുന്നത്. അപ്പോൾ ലുക്കിൽ രണ്ട് ഫോണുകളിലും നമുക്ക് ഒരു വ്യത്യാസം കാണാൻ സാധിക്കില്ല. കാരണം റിയർ സൈഡിൽ ഫിംഗർ പ്രിന്റ് വരാത്തത് കൊണ്ട് തന്നെ രണ്ടും നമുക്ക് അത്ര പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാത്ത രീതിയിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് രണ്ട് ഫോണിനും വന്നിട്ടുള്ളത്. ഡിസൈനിൻ്റെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് നല്ല ഡിസൈനിൽ തന്നെയാണ് രണ്ട് ഫോണുകളും വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് സൈഡിലാണ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ നൽകിയിട്ടുള്ളത്. അതേപോലെ പോക്കോ X3യിൽ സെൻട്രലിലാണ് ആ ഒരു സെൽഫി ക്യാമറ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഈ ഒരു വ്യത്യാസം ഒഴികെ ബാക്കിയെല്ലാം ഏകദേശം രണ്ട് തരത്തിലുള്ള ഡിസൈൻ ആണെങ്കിൽ കൂടി രണ്ടും മികച്ചു നിൽക്കുന്ന രണ്ട് ഫോണുകളുടെയും ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മികച്ചു നിൽക്കുന്ന ഡിസൈൻ തന്നെയാണ്. ഇനി ഏറ്റവും ഒരു ഫോണിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായ പ്രൊസസ്സർ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 732G എന്ന പ്രൊസസ്സറാണ് പോക്കോ X3യിൽ വന്നിട്ടുള്ളത്. അതേസമയം റിയൽമി 7 പ്രോയിൽ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ 720G എന്ന പ്രൊസസ്സറാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ ഒരു പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നത് പോക്കോ X3യിലായിരിക്കും. റാമും സ്റ്റോറേജ് ടൈപ്പും നോക്കിക്കഴിഞ്ഞാൽ LPDDR4Xലാണ് റാം പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ UFS 2.1ലാണ് സ്റ്റോറേജും പ്രവർത്തിക്കുന്നത്. ഈ ഒരു കാര്യം രണ്ട് ഫോണുകളിലും സെയിം തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇവിടെ ഇവിടെ പ്രൊസസ്സറാണ് കുറച്ചുകൂടെ ചെറിയ തോതിലുള്ളൊരു ഡിഫറൻസ് കാണിക്കുന്നത്. പോക്കോ X3യുടെ പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗണിൻ്റെ 732. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരുന്നത് റിയൽമി 7 പ്രോയിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോണുകളും ക്വാഡ് ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 64 MB പ്രൈമറി ലെൻസാണ് രണ്ട് ഫോണുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സോണി IMX682 എന്ന സെൻസറാണ് രണ്ട് ഫോണുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ക്യാമറയുടെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം രണ്ടും നല്ല തരത്തിലുള്ള ഔട്ട്പുട്ട് തരാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ക്യാമറകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ക്യാമറയുടെ പെർഫോമൻസ് ഒന്നുകൂടെ ബെറ്റർ തരാൻ സാധ്യത പോക്കോ X3യിലായിരിക്കും. കാരണം നല്ലൊരു പ്രൊസസ്സറാണ് ആ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊസസ്സറിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ച് ക്യാമറയുടെ പവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ ക്വാഡ് ക്യാമറയിലെ ലെൻസുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പോക്കോ X3യിൽ ഒരു വൈഡ് ആംഗിൾ ഉണ്ട്, അതേപോലെ തന്നെ ഒരു മാക്രോയുടെ ഡെപ്ത്, അതേപോലെ ഒരു 64 MB പ്രൈമറി ലെൻസ്. ഇങ്ങനെയാണ്
പോക്കോ X3യുടെ ക്യാമറ സെറ്റപ്പ് വരുന്നത്. അതേസമയം നമ്മുടെ റിയൽമി 7 പ്രോയുടെ ക്യാമറ സെറ്റപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട് 64 MB, അതേപോലെ തന്നെ പ്രൈമറി ലെൻസ് വരുന്നുണ്ട്, അതേപോലെ ഒരു ഡെപ്തും അതേപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയുമാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഏകദേശം നല്ലൊരു പെർഫോമൻസ് തന്നെ രണ്ട് ക്യാമറകളും നമുക്ക് തരും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി സെൽഫി ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 20 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് പോക്കോ X3 നൽകിയിട്ടുള്ളത്. അതേസമയം നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് റിയൽമി 7 പ്രോയിൽ ലഭിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഇവിടെയൊക്കെയാണ് കുറച്ച് വലിയൊരു ഡിഫറൻസ് കാണാനായിട്ട് സാധിച്ചത്. അതായത് പോക്കോ X3യുടെ ബാറ്ററി എന്ന് പറയുന്നത് 5160 mAh ഒരു നല്ലൊരു ബാറ്ററിയാണ് പോക്കോ X3 നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം റിയൽമി 7 പ്രോയിൽ 4500 mAh ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് റിയൽമി 7 പ്രോയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ വ്യത്യാസം കാണാൻ സാധിക്കുന്നത് നമുക്ക് ചാർജിങ്ങിൻ്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. റിയൽമി 7 പ്രോയിൽ നമുക്ക് 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. അതേസമയം പോക്കോ X3യിൽ നമുക്ക് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ബാറ്ററിയുടെ സൈസിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 5160 mAh ബാറ്ററി നമുക്ക് പോക്കോ X3യിൽ ലഭിക്കുന്നുണ്ട്. അതേസമയം നമുക്ക് റിയൽമി 7 പ്രോയിൽ 4500 mAh ബാറ്ററി മാത്രമാണ് ലഭിക്കുന്നത്. എങ്കിലും ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുക 65 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങിനെയാണ്. കാരണം ഇപ്പോൾ ആർക്കും സമയമല്ല, പെട്ടെന്ന് തന്നെ പരിപാടികൾ കഴിച്ചു പോകണം. അപ്പോൾ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് ഫോൺ 24 മണിക്കൂർ യൂസ് ചെയ്യുന്നൊരു ടൈം കൂടിയാണ് ഈ ഒരു കൊറോണ കാലഘട്ടം. അപ്പോൾ പെട്ടെന്ന് ചാർജ് ചെയ്ത് നമ്മുടെ പരിപാടി നോക്കി പോകാനാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പ്രിഫർ ചെയ്യുക ബാറ്ററിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ റിയൽമി 7 പ്രോയാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 6GB + 64GB എന്ന സ്റ്റോറേജ് വേരിയൻറ്റ് പോക്കോ X3ക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 19,800 രൂപയാണ്. അതേസമയം 6GB + 128GB എന്ന സ്റ്റോറേജ് വേരിയൻറ്റിന് ഏകദേശം 23,300 രൂപയുമാണ് പോക്കോ X3ക്ക് വരുന്നത്. എങ്കിൽ റിയൽമി 7 പ്രോയിൽ 6GB RAM + 128GB സ്റ്റോറേജ് എന്ന വേരിയൻറ്റിന് 19,999 രൂപയും 8GB RAM + 128GB എന്ന സ്റ്റോറേജ് വേരിയൻറ്റിന് 21,999 രൂപയുമാണ് വരുന്നത്. പ്രൈസിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു മാറ്റമുള്ളതായിട്ട് അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഡിഫറൻസ് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പോക്കോ X3യിൽ നമുക്ക് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ലഭിക്കുന്നത്. അതേസമയം റിയൽമി 7 പ്രോയിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് പോക്കോ X3യിൽ നമുക്ക് ഒരു സിം കാർഡും പ്ലസ് ഒരു SD കാർഡ് അല്ലെങ്കിൽ 2 സിം കാർഡാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അതേസമയം റിയൽമി 7 പ്രോയിൽ നമുക്ക് 2 സിം കാർഡ് അതേപോലെ തന്നെ ഒരു SD കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇവിടെ ഞാൻ നിൽക്കുന്നത് റിയൽമി 7 പ്രോയുടെ ഭാഗത്താണ്. കാരണം അതിന് കുറഞ്ഞ പ്രൈസ് തന്നെ, അതായത് 6GB RAM + 128GB എന്ന സ്റ്റോറേജിനോടൊപ്പം തന്നെ ഒരു ഹൈബ്രിഡ് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും തരുന്നുണ്ട്. അതും വെറും 20,000 രൂപ എന്ന ബഡ്ജറ്റിൽ. അതേസമയം പോക്കോ X3 നമുക്ക് 6 + 64GB എന്ന സ്റ്റോറേജ് വേരിയൻറ്റിന് 20,000 രൂപ നൽകുകയും വേണം. അവിടെ ഒരു ഹൈബ്രിഡ് സ്ലോട്ടുമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ മുൻപിൽ നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിൽ റിയൽമി 7 പ്രോ തന്നെയാണ്. ഇനി എൻ്റെ ഒരു ഓവറോൾ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം, ഈ ഒരു ഫോണിൽ ഞാൻ ഏത് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് റിയൽമി 7 പ്രോ ആണ്. ഈ ഒരു പോക്കോ X3യുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലോബൽ വേർഷൻ്റെ നേരെ കൺവേർഷനാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഇതിൽ നിന്നും കുറച്ച് പ്രൈസ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ റിയൽമി 7 പ്രോയുടെ പ്രൈസിനേക്കാൾ താഴോട്ട് വരികയാണെങ്കിൽ, അതായത് 19,000 രൂപയ്ക്കല്ലേ ഒരു 18,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ നമുക്ക് പോക്കോ X3 എന്ന ഫോൺ ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ നമ്മൾ പോക്കോ X3നെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള ഒരുവിധം കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഒരു മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ റിയൽമി 7 പ്രോ തന്നെയാണ്. പക്ഷേ പ്രോസസ്സർ മാത്രം ഒന്നുകൂടെ മികച്ചു നിൽക്കുന്നത് പോക്കോ X3യുടെയും. പക്ഷേ ഓവറോൾ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മികച്ചു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് റിയൽമി 7 പ്രോ ആണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.